പിറ്റേന്ന് ജെറി ഒരു കോയിനുമായി ബാങ്കിലെ ക്യാഷറിന്റെ അടുത്തേക്ക് പോകുന്നു. ജെറിയുടെ കയ്യിലുണ്ടായിരുന്ന കോയിൻ ടോസ് ചെയ്ത് ക്യാഷറിനെ കാണിക്കുന്നു. തുടർച്ചയായി നമ്മൾ 6000 തവണ ഇങ്ങനെ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനോ ടെയിൽ വീഴാനോ 60% സാധ്യതയുണ്ടെന്നും, എന്നാൽ നമ്മൾ 5000 തവണ മാത്രമാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഹെഡോ ടെയിലോ വീഴാൻ 50% മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ജെറി പറയുന്നു. അതായത് കണക്കുകൂട്ടൽ ചെയ്യുമ്പോൾ ലക്ക് എന്ന ഘടകത്തെ മാറ്റി നിർത്തി ലോട്ടറി അടിക്കാനുള്ള സാധ്യത കൂട്ടണമെങ്കിൽ ജെറി എടുക്കുന്ന ലോട്ടറിയുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിക്കണം. ജെറി സംസാരിക്കുന്നത് എന്താണെന്ന് ക്യാഷർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അന്ന് ജെറി അക്കൗണ്ടിൽ നിന്നും $8000 പിൻവലിക്കുന്നു. $8000 കൊണ്ട് അയാൾ അടുത്ത മാസം നടക്കുന്ന ഡ്രോഡൌണിലെ 8000 വിൻഫോൾ ടിക്കറ്റ് വാങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം റോൾഡൌണിൽ വിജയിച്ച ലോട്ടറി നമ്പർ അനൗൺസ് ചെയ്യുന്നു. ജെറി സ്ഥിരമായി പോകുന്ന കടയിലിരുന്ന് ടിക്കറ്റുകൾ പരിശോധിക്കാനായി ആരംഭിക്കുന്നു. ഇത്തവണ 8000 ടിക്കറ്റ് ഉള്ളതുകൊണ്ട് അത് പരിശോധിക്കാനായി വളരെയധികം സമയം ജെറി എടുക്കുന്നു. ലോട്ടറി പരിശോധിച്ച ജെറി വളരെയധികം അത്ഭുതപ്പെടുന്നു. $8000 ലോട്ടറി എടുത്ത ജെറി $15000 ലാഭമായി ഉണ്ടാക്കിയിരിക്കുന്നു. ഈ തുക അയാൾ കണക്ക് കൂട്ടിയതിലും അധികമായിരുന്നു. തിരികെ വീട്ടിലെത്തിയ ജെറി തനിക്ക് ലഭിച്ച പണം സ്റ്റോർ റൂമിലെ ഒരു പോപ്കോൺ ബോക്സിൽ ഒളിപ്പിച്ചു വെക്കുന്നു. താൻ ലോട്ടറിയിലൂടെ പണം ഉണ്ടാക്കിയത് മാർജ് അറിഞ്ഞാൽ വഴക്കുണ്ടാക്കുമെന്ന് കരുതിയാണ് ജെറി ഇങ്ങനെ ചെയ്തത്. അന്ന് വൈകുന്നേരം യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറിയുടെ അടുത്തേക്ക് മാർജ് എത്തുന്നു. സ്റ്റോർ റൂമിലുള്ള എന്തെങ്കിലും കാര്യത്തെപ്പറ്റി തന്നോട് പറയാനുണ്ടോ എന്ന് മാർജ് ചോദിക്കുന്നു. താൻ സമ്പാദിച്ച പണം മാർജ് കണ്ടെത്തിയെന്ന് കരുതി ജെറി സത്യം തുറന്നു പറയുന്നു. വിൻഫോൾ ലോട്ടറിയിൽ താനൊരു പഴുത് കണ്ടെത്തിയിട്ടുണ്ടെന്നും അതുപയോഗിച്ചാണ് താൻ $15000 സമ്പാദിച്ചതെന്നും ജെറി പറയുന്നു. താൻ ഇനി ഒരിക്കലും ലോട്ടറി എടുക്കില്ല എന്നും ജെറി കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത് കേട്ടതും മാർജ് വളരെയധികം ആശ്ചര്യപ്പെടുന്നു. റിട്ടയർമെന്റിന് ശേഷം വളരെയധികം പണം ഉണ്ടാക്കുക എന്നത് തൻ്റെ സ്വപ്നമായിരുന്നുവെന്നും നമ്മുടെ നല്ല കാലം മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കി അവരെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചില്ല എന്നും, അതിനാൽ തന്നെ ഇനി നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് മാർജ് പറയുന്നു. തന്നോട് എന്തുകൊണ്ടാണ് ഇതിനെപ്പറ്റി നേരത്തെ പറയാഞ്ഞതെന്നും മാർജ് ചോദിക്കുന്നു. ഇത് കേട്ടതും ജെറിയുടെ സന്തോഷം വർദ്ധിക്കുന്നു. അടുത്ത ദിവസം ജെറിയും മാർജും ടൗണിലെ കടയിൽ ലോട്ടറി വാങ്ങാനായി പോകുന്നു. എന്നാൽ അന്ന് അവിടെ വിൻഫോൾ ടിക്കറ്റിന്റെ മെഷീന്റെ സ്ഥാനത്ത് മറ്റൊരു മെഷീൻ വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. കടയുടമയോട് വിൻഫോളിന്റെ മെഷീൻ എവിടെയെന്ന് ജെറി ചോദിക്കുന്നു. വിൻഫോൾ ടിക്കറ്റിന്റെ കമ്പനി ഈ നാട്ടിൽ ലോട്ടറി വിൽക്കുന്നത് അവസാനിപ്പിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ലോട്ടറി വേണമെങ്കിൽ 10 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള നാട്ടിൽ പോയി വാങ്ങണമെന്നും കടയുടമ പറയുന്നു. ഇത് കേട്ടതും ഇരുവരും ഷോക്കാകുന്നു. എന്നാൽ മാർജിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ അടുത്തുള്ള നാട്ടിലേക്ക് ലോട്ടറി വാങ്ങാൻ പോകാൻ അവർ തീരുമാനിക്കുന്നു. മാർജ് തങ്ങൾക്ക് ലഭിച്ച $15000 ലാഭത്തെപ്പറ്റി സ്റ്റീവിനോട് പങ്കുവെച്ചതും താനും $1000 നൽകി ഇതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സ്റ്റീവ് പറയുന്നു. അടുത്ത ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ ലോട്ടറി വാങ്ങാനായി ഇരുവരും യാത്ര ആരംഭിക്കുന്നു. അവർ 10 മണിക്കൂർ യാത്ര ചെയ്ത് അടുത്തുള്ള നാട്ടിലെ ഒരു കടയിലേക്ക് എത്തുന്നു. ജെറി തന്റെ കയ്യിലുള്ള പണം കടക്കാരന് നൽകി താങ്കൾക്ക് $15000 വില വരുന്ന വിൻഫോൾ ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു.